Dear students, today we are going to discuss about another important electron microscope called SUM. So far we were discussed about transmission electron microscope, but now we are going to discussing about the SUM, that is scanning electron microscope. What are the important principles of scanning electron microscope? We can say that incoming electron, that is a primary electron which are coming from the source. You can see the electron source here. So the source of electron is very important. ഇങ്ങനെയുള്ള ഒരു സോഴ്സിൽ നിന്ന് ഇലക്ട്രോൺ സ്വാഭാവികമായിട്ടും ഇജക്ട് ചെയ്യും. Can be reflected. ആ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും? Which may reflect, or we can say that backscattered from a bulk specimen. ഒരു ബൾക്ക് സ്പെസിമെനിൽ നിന്നാണ് ഇത് സ്കാറ്റർ ചെയ്യുക. Which can release secondary electron. ഇതെന്ത് ചെയ്യും? സെക്കൻഡറി ഇലക്ട്രോണുകളും ഇത് റിലീസ് ചെയ്യും. Primary electrons are focused into a small diameter electron probe that is scanned across the specimen. Primary electrons are focused into a small diameter. അപ്പോൾ ഇതിലുള്ള വളരെ ചെറിയ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? ഒരു പെർട്ടിക്കുലർ പ്രോബ് ആയിട്ട് ആക്ട് ചെയ്യും. The probe is nothing but it is an illusion. Electrostatic or magnetic field applied at right angles to the beam can be used to change its direction of travel. അപ്പോൾ ഇതിന്റെ ഒരു ഡയറക്ഷൻ, ട്രാവൽ ഡയറക്ഷൻസ് ടോട്ടൽ ആയിട്ട് ഇത് മാറുന്ന രീതിയിൽ നമുക്ക് അത് ഫീൽ ചെയ്യും, അത് കാണാൻ കഴിയും. ബൈ സ്കാനിങ് സൈമൾട്ടേനിയസ്ലി, അപ്പോൾ ഇത് ഇങ്ങനെ എല്ലാ സമയവും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. ഇൻ ടു പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ് എ സ്ക്വയർ ഓർ റെക്ടാങ്കുലർ ഏരിയ ഓഫ് എ സ്പെസിമെൻ നോൺ ആസ് റാസ്റ്റർ ക്യാൻ ബി കവേർഡ്. അപ്പോൾ അവിടെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഈ പറയുന്ന സ്കാനിങ് കൊണ്ട് ഒരു റാസ്റ്റർ ഫോം ചെയ്ത്, ഇതൊക്കെ നമ്മുടെ പുതിയ ടെർമിനോളജിയാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും നമുക്കൊക്കെ ഇത് ഫെമിലിയർ അല്ല. കാരണം ഇത് വലിയ ഒരു നമുക്കറിയാലോ, ഒരു 1 crore rupeesന്റെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്. ഇറ്റ് ഈസ് പ്യൂർലി ഒരു തിയറിറ്റിക്കൽ ആസ്പെക്ട്സ് ആണ്. അപ്പോൾ ഒരു മൈക്രോസ്കോപ്പ് ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ മൈക്രോസ്കോപ്പിന്റെ പ്രിൻസിപ്പിൾ പഠിക്കാൻ ഭയങ്കര ബോറടിയാണ്. കാരണം നമുക്ക് ചെയ്യാൻ അറിയാം, ബട്ട് ദ പ്രിൻസിപ്പിൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെ സംബന്ധിച്ചുള്ള വി ആർ ദ അക്കാഡമീഷ്യൻ, സോ വി മസ്റ്റ് നോ ദ ഈച്ച് ആൻഡ് എവറി പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ special or the most precious electron microscope that is called SUM. Image of this area can be formed by collecting secondary electron from each point on the specimen. Image on this area can be formed by collecting secondary electron from each point on the specimen. അപ്പോൾ ഒന്നുമില്ല, ഒരു ഇലക്ട്രോൺ സോഴ്സ് ഉണ്ടാവും. ഈ ഇലക്ട്രോൺ സോഴ്സിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഇലക്ട്രോണുകൾ ഇജക്ട് ചെയ്യപ്പെടും. അതൊരു പ്രോബ് ആക്ട് ചെയ്യും. അതിന് കംപ്ലീറ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു റാസ്റ്റർ ഉണ്ടാവും. അതാണ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഈ പറയുന്ന ഈ സമ്മിന്റെ ബേസിക് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം ഇലക്ട്രോൺ ഫ്രം ദ സോഴ്സ്, പ്രൈമറിലി ഇലക്ട്രോൺ ഇവിടെ കാണാൻ പറ്റും. ദെൻ സ്കാറ്റർ ചെയ്യുന്ന ഫോം നമുക്ക് കാണാൻ പറ്റും, ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺ കാണാൻ പറ്റും. ദെൻ ക്യാരക്ടറിസ്റ്റിക് എക്സ്റേ ഫീച്ചേഴ്സിന്റെ ബേസിലാണ് ഇതെല്ലാം നടക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ അതിന്റെ സെക്കൻഡറി ഇലക്ട്രോൺ ഇജക്ട് ചെയ്യുന്നതെല്ലാം നമ്മൾ ഒരൊറ്റ പ്ലേസിൽ നമ്മൾ ഇവിടെ ഫേർണിഷ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് സ്കാൻ ചെയ്യാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആയിരുന്നു, ബട്ട് ഹിയർ വിച്ച് മേ സ്കാൻ. സ്കാൻ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന ഒരു സ്കാനിങ് ആണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന ബുക്കിന്റെ മുകളിലൂടെ ഒരു സ്ലൈറ്റ് സ്കാൻ ചെയ്തിട്ടാണ് നമുക്ക് പ്രിന്റ് കിട്ടുന്നത്. ലൈക്ക് ഇതേപോലെ തന്നെ നമ്മൾ ഒരു പെർട്ടിക്കുലർ പൊള്ളൻഗ്രെയിനുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ലീഫിന്റെ പാട്ടുമായിട്ടോ നമ്മൾ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോവുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? ഈ പെർട്ടിക്കുലർ പോർഷനെ ഒരു പ്രോബായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് സ്കാൻ ചെയ്യും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. എന്തൊക്കെയാണ് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട പോർഷൻ? എല്ലാ പോർഷൻ ഞാൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് പോർഷൻ മാത്രം. നമ്മൾ പറഞ്ഞത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇറ്റ്സ് ഹാവിങ് അറൌണ്ട് 1 crore rupees ഇതിന് വിലയുണ്ട്. അതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ പറയുന്നത് ഇലക്ട്രോൺ കാനൺ ആണ്. ഒരു ഇലക്ട്രോൺ കാനൺ അവിടെയുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ സ്ക്രീൻ ഫോർ മെനു ആൻഡ് ഇമേജ് ഡിസ്പ്ലേ. അതുകൂടാതെ ഒരു സ്ക്രീൻ ഉണ്ട്, ഒരു ഇമേജ് ഡിസ്പ്ലേ ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ക്രീൻ ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് വാക്വം പമ്പ് സിസ്റ്റം ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്വം പമ്പ് സിസ്റ്റം ഉണ്ട്. ദെൻ ഓപ്പറേഷൻ പാനൽ ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ പാനൽ വിത്ത് ഫോക്കസ്, അലൈൻമെന്റ് ആൻഡ് മാഗ്നിഫിക്കേഷൻ ടൂൾസ് ആൻഡ് വി ക്യാൻ സേ ദാറ്റ് എ joystick for
പൊസിഷനിങ്ങിനുള്ള വളരെ ക്ലിയർ ആയി, അതായത് നമ്മളിപ്പോൾ ഒരു മെറ്റീരിയൽ സ്ലൈഡിന്റെ മുകളിലായിരിക്കും വെക്കുക, ആ സ്ലൈഡിന്റെ മുകളിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഒരു പൊസിഷനിങ് അഡ്ജസ്റ്റ്മെന്റ് അടക്കം ഇതിലുണ്ട്. Then cryo unit to prepare frozen material before insertion in the observation chamber in cryosome mode. വളരെ പ്രധാനപ്പെട്ട ഒരു മോഡ് ഉണ്ട്. ദാറ്റ് മോഡ് ഈസ് കോൾഡ് ക്രയോസം മോഡ്. ഈ മോഡിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ മെറ്റീരിയൽ ഒക്കെ ഫ്രോസൺ കണ്ടീഷനിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുക. ഫ്രോസൺ എന്ന് വെച്ചാൽ അത്രയും പ്രഷ്യസ് ആണ്, അല്ലെങ്കിൽ ഇതിന്റെ പ്രോട്ടീൻ ഒക്കെ ഡീനാച്ചർ ചെയ്ത് പോകും. അപ്പോൾ മൈനസ് ഡിഗ്രിയിലുള്ള ഫ്രോസൺ ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ക്രയോസം പ്രോബ് ഉണ്ട്. ആ ഒരു പെർട്ടിക്കുലർ മോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെറ്റീരിയലിനെ വളരെ ക്ലിയർ ആയിട്ട് ഫോക്കസ് ചെയ്യിപ്പിക്കുക പോലും ചെയ്യുന്നത്. Now, this is actually the most important part which are explained by a particular diagrammatic representation. See, electron gun consisting of, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇലക്ട്രോൺ ഗൺ ഉണ്ട്. That electron gun consisting of cathode and anode. ഇവിടെ ഒരു ഇലക്ട്രോൺ ഗൺ ഉണ്ട്, ഇവിടെ കാഥോഡും ഉണ്ട് ആനോഡും ഉണ്ട്. The condenser lens എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലെൻസ് ഉണ്ട്. The condenser lens control the amount of electrons traveling down the column. അപ്പോൾ ഒരു കോളത്തിന്റെ ഉള്ളിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റിയ ഭാഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻസർ ലെൻസ് ഉണ്ട്. Then the objective lens of focus the beam into a spot on the sample. അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, അത് സാമ്പിളിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടായിട്ടാണ് ഇൻവോൾവ് ചെയ്യുന്നത്. Then deflection coil help to deflect the electron beam. മറ്റൊരു പ്രധാനപ്പെട്ട സാധനം ഒരു ഡിഫ്ലക്ഷൻ കോയിൽ ഉണ്ട്, that help to deflect the electron beam. Then SED, that is very important, that is called SED, attract the secondary electron. Secondary electron attract ചെയ്യുന്ന ഒരാളാണ് SED. Then additional sensors detect back scattered electron and X-rays. ഇത് കൂടാതെ additional sensors ഉണ്ട് which detect the back scattered electron. Back scattered electron detect ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരാൾ കൂടി അവിടെ ഉണ്ട്. So this is actually the diagrammatic representation of such a complicated and most precious delicate instruments. See here you can see the electron gun, then electron beam കാണാം, first condenser lens ഉണ്ട്, then we can say that deflection coils ഉണ്ട്, second condenser lens, X-ray detector, objective lens, black scatter electron detector, sample ഈ രീതിയിലാണ് സാമ്പിൾ ഉണ്ടാവുക, then secondary electron detector, vacuum pump. ഇത്രയാണ് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ആക്റ്റീവ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? then ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാമ്പിൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. നമ്മൾ സാധാരണ ഒരു സ്ലൈഡിന്റെ മുകളിൽ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ അല്ലല്ലോ ഇതിൽ നടക്കുക. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷൻ ദാറ്റ് ഈസ് കോൾഡ് സം സാമ്പിൾ പ്രിപ്പറേഷൻ. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രുമെന്റിനെ ഞാൻ പരിചയപ്പെടുത്താണ്. ഇറ്റ്സ് നെയിം ഈസ് കോൾഡ് സ്പട്ടർ കോട്ടർ. അല്ലേ, സ്പട്ടർ കോട്ടർ കേൾക്കാൻ തന്നെ ഒരു ഇഷ്ടമുള്ള ഒരു പേരാണ് സ്പട്ടർ കോക്കർ. സ്പൈഡർ കോട്ടഡ് ഇൻ ഗോൾഡ്. ഇപ്പൊ ഒരു സ്പൈഡറിനെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു കോട്ട് ദ പെർട്ടിക്കുലർ സ്പൈഡർ വിത്ത് എ പെർട്ടിക്കുലർ ഗോൾഡ് വെച്ചിട്ടാണ് കോട്ട് ചെയ്യുക. ഇത് ഹൈലി എക്സ്പെൻസീവ് ആണ്. ദെൻ 13 mm റേഡിയസ് അലൂമിനിയം സ്റ്റബ്സ് ഉണ്ട്. അപ്പൊ അതിന് പല രീതിയിലും പല മെറ്റൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഗോൾഡ് ആവാം, അല്ലെങ്കിൽ അലൂമിനിയം ആവാം, അതല്ലെങ്കിൽ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട പല മെറ്റൽസും നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള കോട്ടിങ്സിന് ഉപയോഗിക്കാൻ പറ്റും. സാമ്പിൾ കോട്ടഡ് വിത്ത് എ തിൻ ലെയർ ഓഫ് കണ്ടക്റ്റീവ് മെറ്റീരിയൽ. ഒരു പെർട്ടിക്കുലർ കണ്ടക്റ്റീവ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രധാനമായിട്ടും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഡൺ യൂസിങ് എ ഡിവൈസ് കോൾഡ് സ്പട്ടർ കോട്ടർ. അപ്പൊ അത് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ഡിവൈസിന്റെ പേരാണ് സ്പട്ടർ കോട്ടർ എന്ന് പറയുന്നത്. സാമ്പിൾ പ്ലേസ്ഡ് ഇൻ സ്മോൾ ചാമ്പർ ദാറ്റ് ഈസ് അറ്റ് വാക്വം. സാമ്പിൾ നമ്മൾ ഒരു വളരെ ചെറിയ സ്പേസിലാണ് വെക്കുക, എന്നിട്ട് ദാറ്റ് മീൻസ് ഒരു വാക്വത്തിലാണ് നമ്മൾ അത് പ്ലേസ് ചെയ്യാം. ഗോൾഡ് ഫോയിൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഇൻസ്ട്രുമെന്റ്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കോയിലിംഗ് നടത്തുന്നുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഗോൾഡ് കോയിൽ. ഗോൾഡ് ഫോയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുക. ആർഗൺ ഗ്യാസ് ആൻഡ് ആൻ ഇലക്ട്രിക് ഫീൽഡ് കോസ് ആൻ ഇലക്ട്രോൺ ടു ബി റിമൂവ്ഡ് ഫ്രം ദ ആർഗൺ, മേക്കിംഗ് ദ ആറ്റം പോസിറ്റീവ്ലി ചാർജ്. പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഒരു ആറ്റത്തിനെ കൂടി നമ്മൾ അതിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദ ആർഗൺ അയോൺ ദെൻ ബിക്കം അട്രാക്റ്റഡ് ടു എ നെഗറ്റീവ്ലി ചാർജ്ഡ് ഗോൾഡ് ഫോയിൽ. ഓക്കെ, ദ ആർഗൺ അയോൺ knock gold atom from the surface of the gold foil. This gold atom fall and settle on into the surface of the sample, പ്രൊഡ്യൂസിങ് എ തിൻ ഗോൾഡ് കോട്ടിംഗ്. ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു തിൻ ഗോൾഡ് കോട്ടിംഗ് അടക്കം അവിടെ വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന സാമ്പിൾ പ്രിപ്പയർ. ഒന്നുമില്ല, നമ്മളൊരു പൊള്ളൻഗ്രെയിൻസ് എടുക്കുന്നു, ആ പൊള്ളൻഗ്രെയിൻസിന്റെ മുകളിൽ ഒരു കോട്ടിംഗ് ഉണ്ടാക്കുന്നു. ആ കോട്ടിംഗ് ആണ് യഥാർത്ഥത്തിൽ സർഫസ് സ്കാൻ ചെയ്യുന്നത്. റിമെമ്പർ ദ കൺസെപ്റ്റ് ഈ സ്കാനിങ് ആണ്. ഇലക്ട്രോണിനെ ഉപയോഗിച്ചുകൊണ്ട് സ്കാൻ ചെയ്തിട്ടുള്ള സർഫസ് ആണ്
നമുക്ക് മൈക്രോസ്കോപ്പിൽ കാണാൻ കഴിയുന്നത്. ദാറ്റ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അവിടെ വളരെ പ്രധാനമായിട്ടും സാമ്പിൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നുണ്ട്. ദാറ്റ് പെർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റ് ഇസ് കോൾഡ് സ്പട്ടർ കോട്ടർ. ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാം, ഈവൻ ചിലപ്പോൾ UGC കോച്ചിങ്ങിന് പോലും UGC ക്ലാസ് പോലും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ട് കൂടിയാണ് ഈ പറയുന്ന സാമ്പിൾ പ്രിപ്പറേഷനിലെ സ്പട്ടർ കോട്ടർ. എങ്ങനെയാണ് സം വർക്ക് ചെയ്യുന്നത്? വാട്ട് ഈസ് ആക്ച്വലി ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സം? നോക്കാം നമുക്ക്. The electron gun produces an electron beam when tungsten wires heated by the current. അത് വളരെ സിമ്പിൾ ആണ്. ടങ്സ്റ്റൺ നമുക്കറിയാം, പണ്ടേ നമ്മൾ പഠിക്കുന്നത് ടങ്സ്റ്റൺ എന്ന് പറയുന്ന ലാമ്പ് വെച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അവിടെ സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺ റിലീസ് ചെയ്യും. ദിസ് ബീം ഈസ് സ്കാറ്റേർഡ് ബൈ ദ ആനോഡ്. ഈ ബീം എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ആനോഡ് ഉപയോഗിച്ചു ആനോഡ് എന്ന പോലെ തന്നെ ആക്സിലറേറ്റ് ചെയ്യപ്പെടും. The beam travel through a electromagnetic field and lenses. ഈ ബീം ഇലക്ട്രോമാഗ്നറ്റിക്കിലൂടെ ഫീൽഡിലൂടെ കടന്നു പോകും. Which focus the beam down toward the sample. സ്വാഭാവികമായിട്ടും അത് സാമ്പിളിലൂടെ അത് കടന്നു പോകുന്നു. A mechanism of deflection coil enabled to guide the beam so that it scan the surface of the sample in rectangular frame. When the beam touches the surface of the sample, it produces secondary electron, then backscattered electron, then X-rays. ഇതെല്ലാം അതുമായി ബന്ധപ്പെട്ടിട്ട് കോർഡിനേറ്റ് ചെയ്യപ്പെടും. The emitted scanning electron is collected by SED and convert into signal that is sent to a screen which produces final image. അങ്ങനെ ഒരു ഫൈനൽ ഇമേജ് ഇതിന്റെ ഈ ഒരു പറയുന്ന പ്രോസസ് വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. Additional detectors collect this X-rays BSC and produce corresponding image. അപ്പോൾ ഒരു ബാസ്കാറ്റേഡ് ഇലക്ട്രോണിന്റെ ബേസിലുള്ള ആ ഇമേജ് ഒരു ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാഥോഡിലേക്കോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ കമ്പ്യൂട്ടർ ഓർ ലാപ്ടോപ്പ് സ്ക്രീനിലേട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിന്റ് ഔട്ട് ഓർ ഔട്ട് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ട്പുട്ട്. A secondary electron detector attract the unscattered electron and depending on the number of electron that reach the detector registers the different level of brightness on the monitor. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രീതിയിലാണ് നമ്മൾ കിട്ടുക. ഈ സെക്കൻഡറി ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഈ പർട്ടിക്കുലർ ഇമേജ് നമുക്ക് ഈ ഫോമിലാണ് കിട്ടുക. ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇതിപ്പോൾ നമ്മുടെ പൊളങ്കരിൻ ആണെങ്കിൽ യു ക്യാൻ സി ഓർ യു ക്യാൻ വിഷ്വലൈസ് ദ പർട്ടിക്കുലർ പൊളങ്കരിൻ. ഓക്കെ, ഇമേജ് ഫ്രം ദ CRT. ഓക്കെ, കാഥോഡ് റേ ട്യൂബിൽ വഴിയാണ് ഈ ഇമേജ് കിട്ടുക. കാഥോഡ് റേ ട്യൂബ്. ഓക്കെ, by reducing the size of the area scanned by the scan coil, the sum changes the magnification of image. By reducing the size of the area reduce ചെയ്തുകൊണ്ട് നമുക്ക് വേണം എന്ത് ചെയ്യാൻ പറ്റും? സം കിട്ടുന്ന ഇമേജ് നമുക്ക് മാക്സിമം മാഗ്നിഫൈ ചെയ്യാൻ പോലും കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഈ ഇൻസ്ട്രുമെന്റിന്റെ പ്രത്യേകത. എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്? It give detailed 3D and topographical imaging and the versatile information generated from different detectors. Then this instrument works very fast. വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ കുട്ടികൾ കൂടുതലും ഇപ്പൊ സർസൈദ് കോളേജിലൊക്കെ പഠിക്കുന്ന റിസർച്ച് കോളേജ് ഏറ്റവും കൂടുതൽ സം വഴി ഇമേജ് എടുക്കുന്നുണ്ട്. ഓക്കെ, മോഡേൺ സം allows for the generation of data in digital form. അപ്പൊ നമ്മൾ ഈ കാലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഡിജിറ്റൽ ഫോമിൽ ഒരുപാട് ഇമേജുകൾ എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. മോസ്റ്റ് ഓഫ് സം സാമ്പിൾ റിക്വയർ മിനിമൽ പ്രിപ്പറേഷൻ. ആക്ച്വലി ഏത് സാമ്പിൾ ചെയ്യുകയാണെങ്കിലും മിനിമം ഒരു പ്രിപ്പറേഷൻ വേണം. കൂടുതലായിട്ട് സെക്ഷൻ എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. Then what are the important disadvantages? Sums are expensive and large. Special training is required to operate and sum. This preparation of sample can result in artifacts. Some are limited to solid sample. അതാണ് another important problem. So ഈ സോളിഡ് ആയിട്ടുള്ള സാമ്പിളിന് പലപ്പോഴും ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. Some carry a small risk of radiation. ഓക്കെ, ചിലപ്പോൾ റേഡിയേഷന്റെ പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഹെവി മെറ്റലുമായിട്ടാണ് കളിക്കുന്നത്. അലൂമിനിയം, ഗോൾഡ് ഇതെല്ലാം ഹെവി മെറ്റൽ കാറ്റഗറിയിൽ വരുന്നതാണ്. വിത്ത് ദ ഇലക്ട്രോൺ ദാറ്റ് സ്കാറ്റർ ഫ്രം ദ ബിനീത് ദ സാമ്പിൾ സർഫസ്. സാമ്പിൾ സർഫസിലൂടെ സ്കാറ്റർ ചെയ്യാനൊക്കെ ഇതിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നെഗറ്റീവ് ആയിട്ടുള്ള ഓർ വി ക്യാൻ സേ ദാറ്റ് ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ബയോളജിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് സം വൈറോളജിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ക്രയോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നുണ്ട്. 3D ടിഷ്യൂ ഇമേജിംഗ്, ഫോറൻസിക് സയൻസിലൊക്കെ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രുമെന്റ് കൂടിയാണ് ഈ പറയുന്ന scanning electron microscope. The topic is very important as far as the important working principle and advantages and moreover biological application of some are concerned. They are used in virological institute. They are used in cryo electron microscopy, that is the specimen which are always keeping in the frozen condition.
3D tissue is imaging, that is very important. 1 mark in Jodhikam, 3D tissue imaging help to know how cells are organized in 3D network. Their organization determine how cells can interact. Then forensic science use ചെയ്യുന്നുണ്ട്. Some reveals the presence of material on evidences that on the otherwise understandable. മറ്റൊരു രീതിയിൽ കാണാൻ കഴിയാത്ത പലതും നമുക്ക് ഫോറൻസിക് സയൻസിലൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന സാഹചര്യം കൂടി ഇതിലുണ്ട്. So these are the most important